ഞാൻ പറയാൻ പോണേ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കണ്ടില്ലേ ഗൈസ്, ഓരോ വീഡിയോ എടുക്കാനുള്ള കഷ്ടപ്പാടുകളെ എന്താ ചെയ്യുക. അപ്പം ഞങ്ങൾ ഇപ്പോൾ പോണത് നാളെ ഞങ്ങളെ കസിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ ഏട്ടന്മാർക്കൊക്കെ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോണത്. സംഭവം നാളെയാണ് പരിപാടി എന്നുണ്ടെങ്കിലും തലേന്ന് നമുക്ക് കുറച്ച് ഓടി നടന്നില്ലെങ്കിൽ കുറച്ച് സമാധാനം കിട്ടില്ലല്ലോ. അതങ്ങനെയല്ലേ ഒരു പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ. പാവം ചേച്ചിൻ്റെ മടിയിലാണ് ഞാൻ ഇരിക്കണത്. അതാണ് ചേച്ചി ഇങ്ങനെ എത്തി നോക്കുന്നത്. എൻ്റെ നല്ലവനായ ഏട്ടനെ നിങ്ങൾ കണ്ടോ ഗൈസ്? അതിൻ്റെ ഇടയിൽ കൂടി തലയിട്ട് നോക്കുന്നതാണ് ഞങ്ങളെ കണ്ണൻ. കോട്ടക്കലുള്ള ഈ മെൻസിൻ്റെ ഷോപ്പിലേക്കാണ് ഞങ്ങൾ വന്നത്. ഹലോ ഗൈസ്, ഞങ്ങൾ രാത്രി ഏട്ടന്മാരെല്ലാവരും കൂടി ഡ്രസ്സ്, നാളെ ഞങ്ങൾക്ക് പരിപാടി ഉണ്ട്, എൻഗേജ്മെൻ്റ് ആണ്, ഞങ്ങളെ കസിൻ്റെ എൻഗേജ്മെൻ്റ് ആണ് നാളെ. അപ്പോൾ ഇവിടെ എല്ലാവരും ഏട്ടന്മാർ ഡ്രസ്സ് നോക്കാൻ വേണ്ടി വന്നതാണ്. തലേന്നാണ് എല്ലാം. ഞങ്ങളെ രണ്ടുപേരുടെ ഡ്രസ്സും ഇന്നാണ് കിട്ടുന്നത്. ഇന്നാണ് ഞങ്ങൾ ഡിസൈൻ ചെയ്യണത് വരെ ഇന്നാണ്. ഡ്രസ്സ് അടിച്ചു കൊണ്ടുവന്ന് പിന്നെ മുത്തൊക്കെ ഒട്ടിച്ച് കുറേ അങ്ങനത്തെ പരിപാടികളൊക്കെ തലേന്ന്, എല്ലാം അങ്ങനെ തലേന്നായിരുന്നു. ഇനിയും കഴിഞ്ഞിട്ടില്ല, ഇനിയും പരിപാടികൾ, ഇനി വീട്ടിൽ പോയിട്ട് ഇനിയും പരിപാടികൾ, ഇനിയും ഓരോ പണികൾ. അങ്ങനെ ഇവരിപ്പോൾ ബോയ്സ് മെൻസിൻ്റെ ഷോപ്പാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും പുറത്താക്കിയിട്ട് ഞങ്ങളോട് ഉള്ളിലേക്ക് വരണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളോട് കാറിൽ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കാറിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. ഇനി ഇവർ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കി വന്നിട്ട് അത് വാങ്ങി പോകണം, എന്നിട്ടാവും വീട്ടിലേക്ക് പോവാം. നിങ്ങൾ ലാസ്റ്റ് കണ്ടില്ല, എൻ്റെ ലാസ്റ്റ് വ്ളോഗ് കണ്ടിട്ടുണ്ടോ? ലാസ്റ്റ് വ്ളോഗിൽ എൻ്റെ അമ്മേൻ്റെ അനിയത്തിയാണ് ഈയ. അപ്പോൾ ഈയൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോണത്. അന്നത്തെ പരിപാടിൻ്റെ ബാക്കി പരിപാടിയാണ് എൻഗേജ്മെൻറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് എൻ്റെ ചേച്ചി, ഇതാണ് എൻ്റെ വാവട്ടാട്ടിൻ്റെ ചേച്ചി. അന്നൊന്നും ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയില്ല, അല്ലെങ്കിൽ ഇങ്ങനെ കല്യാണക്കൊക്കെ വ്ളോഗാക്കി ഇടായിരുന്നു. കാണില്ല. ചേച്ചി വണ്ടി ഓടിക്കാൻ പോവാണ്. വണ്ടി ഓടിക്കും, ഇപ്പം സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ വണ്ടിയൊക്കെ ഓടിക്കാൻ പഠിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ എന്താണെന്നറിയില്ല, ഞങ്ങൾ രണ്ടിൻ്റെ ലൈസൻസ് ഒക്കെ എടുക്കാൻ തീരുമാനിച്ചു. എന്തായാലും 2026 ഞങ്ങൾക്ക് രണ്ടാക്കും ലൈസൻസ് കിട്ടും അല്ലേ? അപ്പം ഞങ്ങൾ വണ്ടി ഓടിക്കും, ഉറപ്പ്, ഷുവർ. ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനമാണ് കുഴപ്പം. കാറിൽ നിന്ന് അങ്ങനെ കുറച്ച് ബടായി പറച്ചിലിനൊക്കെ ശേഷം ഞങ്ങൾ നേരെ പൂ വാങ്ങാൻ പോയി. പൂ വാങ്ങാൻ പോണ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി ഗൈസ്. അല്ലെങ്കിലും അതങ്ങനെയാണല്ലോ, ചില നേരങ്ങളിൽ എല്ലാം കഴിഞ്ഞു പോകുമ്പോഴാണ് ഞാനൊരു യൂട്യൂബർ ആണല്ലോ എന്നുള്ള സത്യം ഞാൻ തിരിച്ചറിയൽ. എന്താ ചെയ്യുക. ഞങ്ങൾ വന്ന ഷോപ്പിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഈ പൂക്കട. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നടക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ നടന്നിട്ടാണ് സാധനം പോയി വാങ്ങിയത്. ഈ പൂവാണ് ഗൈസ് ഞങ്ങൾ വാങ്ങിയത്. ഇതിൻ്റെ പേര് പറയുന്നത് ചിപ്സം അങ്ങനെ എന്തോ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് തലയിൽ ചൂടുന്നത്. പക്ഷേ ഈ പൂ കുറേ ആയിട്ട് കണ്ടിട്ടുണ്ട്. ആരത് 2 ചെക്കന്മാർ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഫോണായിട്ടൊക്കെ സംസാരിച്ചെടുക്കുക, വലിയ ബിസിയാണ് തോന്നണം അല്ലേ? ഞാനിത് സൂം ചെയ്തെടുത്തോണ്ട് എൻ്റെ ഭാഗ്യം, അല്ലെങ്കിൽ എൻ്റെ ഏട്ടൻ്റെ അടുത്തൊരു മേട്ടം ഉറപ്പ്. അങ്ങനെ ഓരോ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ തിരിച്ച് അങ്ങനെ വീട്ടിലെത്തിയ അവസാനം ഇപ്പം സമയം ഏകദേശം ഒരു 12-12:30 ആയിട്ടുണ്ടായിരിക്കണം. ഇപ്പം കേട്ടോളൂ, ഞങ്ങൾ ഇപ്പോഴാണ് വീട്ടിലെത്തണം. 12 മണി കഴിഞ്ഞു. ഫുഡ് കഴിച്ചിട്ടില്ല, ഞങ്ങൾ ഫുഡ് കഴിക്കണം. ഇതിവിടെ കൊണ്ടേ വയ്ക്കാം, ബാഗ്. ഓക്കെ ഗേസ്, വിശക്കുന്നുണ്ട്, ഫുഡ് കഴിക്കണം. ഇന്ന് ഉറക്കം നടക്കും എനിക്ക് തോന്നുന്നില്ല. കുറേ പരിപാടികളുണ്ട്, ഡ്രസ്സിൻ്റെ കുറച്ച് പണിയുണ്ട്, ഈ സാധനം ഈ കുന്ത്രണ്ടം സെറ്റ് ചെയ്യണം, പിന്നെന്താ കുറേ പണികളുണ്ട്. ഫുഡ് കഴിക്കട്ടെ, ഫുഡ് കഴിച്ചിട്ട് കാണാം. ഓക്കെ. ബോക്സിന്റെ ഉള്ളിൽ 3 എണ്ണമാണ് അടിച്ചത്. ബാർമക്ക്, രണ്ടാമത്തെ കൈമക്ക്, പിന്നെ അടിച്ചത് കൈമക്ക്. കൈക്കൂടൊക്കെ ഇല്ല ആൾക്കാർ. ഇതെന്താ മോളല്ലേ? ഒരു മോളായിട്ട് ഇത് നേരെ വന്ന മോളില്ലത്. ഹായ് ഗൈസ്, 1:30 ഞങ്ങൾ കുളിക്കാൻ പോവാണ്. നാളെ കുളിച്ചാൽ ഈ ഞങ്ങളെ പരിപാടിൻ്റെ അന്ന് കുളിച്ചാൽ ശരിയാവില്ല, തലേന്ന് കുളിച്ചിട്ടേ കാര്യമുള്ളൂ. പിന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് നേരം വെളുത്ത് 1:30 ആയി.
ഇനിയിപ്പോൾ ഇപ്പോൾ കുളിച്ചില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ വൈകുന്നേരമാണെങ്കിൽ കുളിക്കാൻ നേരവും കിട്ടില്ല. ഒരു കഥ. എന്നിട്ട് ഞങ്ങളിപ്പോൾ എണ്ണ തേച്ച് കുളിക്കാൻ പോവാം. 1:30 സമയം. ഇനി ഒരു 2-3 മണിക്കൂറും കൂടി കഴിഞ്ഞാൽ നീക്കാതെ അല്ലേ? ഉറങ്ങണ്ടേ? ഇനി ഉറങ്ങിയിട്ട് ആദ്യം. എല്ലാവരും ഉറങ്ങി, ഞങ്ങൾ മാത്രം ഉറങ്ങാനുള്ളൂ. ഇവിടെ എണ്ണ തേച്ച് കൊണ്ടിരിക്കുന്ന ഒരാള്, ഫസ്റ്റ് കണ്ടസ്റ്റന്റ്. ഇനി എനിക്ക് തേക്കണം അടുത്തത്. മുടിൻ്റെ കോലെന്താണ്? ഓടില്ലേ? പൊളിക്കാം. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു. കുളിച്ച് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഏകദേശം 2:15 ആയിട്ടുണ്ട്. ഇനി വേറെ പരിപാടിയൊന്നുമില്ല ഗൈസ്. നേരെ പോയി അങ്ങോട്ട് കിടന്നുറങ്ങണം. എനിക്ക് ഉറക്കം, കുളിച്ചതുകൊണ്ട് ഉറക്കമൊന്നുമില്ല, എന്നാലും പോയി കിടന്നുറങ്ങണം. രാവിലെ നേരത്തെ നീക്കാനുള്ളതായതുകൊണ്ടേ. അപ്പോൾ നമുക്ക് നാളെ രാവിലെ കാണാം ഗൈസ്. ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ഗൈസ്. ആരും പേടിക്കേണ്ട, കുളിച്ച് നേരെ ബെഡിൽ കിടന്നതിൻ്റെ കോലാണിത്. മുടിയാണെങ്കിൽ ഞാൻ നഞ്ഞോണ്ട് കെട്ടാതെ കിടന്നുകൊണ്ട് മുടിയാണെങ്കിൽ നീറ്റിപ്പോൾ ബോന്ന് വെച്ചിട്ട പോലെയായിരുന്നു. ഞാൻ നീറ്റ സമയം എന്ന് പറയുന്നത് 6:03 ഇനിയിപ്പോൾ നീക്കണം, പല്ലേക്കണം, ചായ കുടിക്കണം, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഓരോ പരിപാടികൾ കാണാം. ഞാൻ നീറ്റ് മുഖമൊക്കെ കഴുകി വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഗൈസ് ഇത്. 3 കൂടി എന്തോ കാര്യമായിട്ട് കാണുകയാണ്. എന്താണെന്ന് ഞാനിങ്ങനെ പോയൊക്കെ ഇപ്പോൾ ടി വിയിൽ എന്തോ കാണുകയാണ്. എന്താ ഇരുത്തം, ഭൂമി കുലുക്കം വന്നാൽ പോലും അറിയില്ല. ഇവർ കാണുന്നതാണെങ്കിലോ ഇതാ നമ്മുടെ വിജയ് സേതുപതിൻ്റെയും നിത്യ മേനോൻ്റെയും ഡാൻസ്. മരുമോൾക്ക് വാരി കൊടുക്കുന്ന ക്യാപ്ഷൻ നിങ്ങൾ കണ്ടില്ലേ? ഇതേപോലെ തന്നെ രാവിലെ ഒന്നിനും നേരമില്ലാതെ ഞാനൊരു 6 മണിക്ക് നീറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒന്നിനും നേരമില്ലായിരുന്നു. ഭയങ്കര ജഗ പുകയായിരുന്നു രാവിലെ. അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ മാറ്റി എല്ലാം കഴിഞ്ഞ് വണ്ടി കയറി ഇരുന്നിട്ടുള്ള രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. പിന്നെ ഞങ്ങൾ അവിടെ പരിപാടി സ്ഥലത്തെത്തി. ഒരു 5 ഗിഫ്റ്റ് ഉണ്ടായിരുന്നു, 5-6 ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അതിലൊരു കൊട്ട ഞാനാണ് പിടിച്ചത്. ഇത് കൊടുക്കണില്ല. മേരി കുര്യൻ. അമ്മ ഇങ്ങോട്ട് തിരിയമ്മ, ഇങ്ങോട്ട് തിരിയോ, ഇങ്ങോട്ട് തിരി. ബാക്കാണ്. ആന്റിയമ്മ ട്രഡീഷണൽ ആണ്. ആന്റി നോക്കോ, അവിടെ ആളുണ്ട്. ഈ ഒന്നോടെ ബർത്ത്ഡേ ഒരു ലീവാക്കിയിരുന്നതാണ്. വേറെ ആരെങ്കിലും
ഓക്കെ, ലെറ്റ്സ് മീറ്റ് അവർ ന്യൂ മെമ്പർ മുന്നു ചേച്ചി. അങ്ങനെ തളർന്ന് കൊയങ്ങിയ ഒരു പരിവായി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.